ഹലോ. പുതിയ കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പുതിയൊരു അന്വേഷണത്തിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങളൊരു കാര്യം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലരും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ വളരെ കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന തികച്ചും വ്യത്യസ്തരായ മനുഷ്യരായി മാറാറില്ലേ? ഓ, തീർച്ചയായും. അതൊരു വലിയ മാറ്റം തന്നെയാണ്. അതെ. അതായത് നാട്ടിലൊരു സീറ്റ് ബെൽറ്റ് ഇടാൻ ഭയങ്കര മടി കാണിക്കുന്ന അതേ വ്യക്തി ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ മറ്റോ വിമാനം ഇറങ്ങുന്ന നിമിഷം മുതൽ കൃത്യമായി ലെയിൻ കീപ്പ് ചെയ്യും, സ്പീഡ് ലിമിറ്റ് പാലിക്കും. എന്താ പറയുക, നമ്മളിങ്ങനെ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു ഭയങ്കര രസകരമായ വിരോധാഭാസമാണ്. നമ്മൾ പെട്ടെന്ന് മാറുന്നു, അല്ലെങ്കിൽ ചുറ്റുപാടുകൾക്കനുസരിച്ച നിയമങ്ങളെ കാണുന്ന നമ്മുടെ ആ ഒരു രീതി തന്നെ മാറുന്നു. ഈ മാറ്റം എവിടെ നിന്നാണ് വരുന്നത് എന്നത് വളരെ സങ്കീർണമായ ഒരു സൈക്കോളജിയാണ്. ഒപ്പം സ്വന്തം തെറ്റുകൾ കാണാൻ നമ്മൾ മടിക്കുന്നതും. ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ആഴത്തിലുള്ള യാത്രയാണ് നമ്മളിന്ന് നടത്തുന്നത്. അതെ, ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം അതാണ്. അതെ. സയ്യദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഹർ ഘർ സേ ഏക് സൈനിക് എന്ന പുസ്തകത്തിലെ 6ാം അധ്യായമായ ദ മിറർ വി അവോയ്ഡ്, അതായത് നാം ഒഴിവാക്കുന്ന കണ്ണാടി എന്ന ഭാഗം മാത്രമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ മുഖത്ത് നോക്കി ചില യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയുന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ പറയാറുള്ള ഒന്നാണ്, സർക്കാർ ഈ റോഡിലൊന്നും ചെയ്യുന്നില്ല എന്നാ ഒരു പരാതി. ഓ അതെ, അത് സ്ഥിരം കേൾക്കുന്നതാണ്. റോഡ് സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനാണ് വലിയ താൽപ്പര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം കുറ്റപ്പെടുത്തൽ എന്നത് വളരെ എളുപ്പമുള്ള, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. നമ്മൾ സേഫ് സോണിലായിരിക്കുമല്ലോ. കറക്റ്റ്. നമ്മൾ മറ്റൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ സിസ്റ്റത്തെയോ കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ നമ്മൾ സ്വയം മാറേണ്ട ആവശ്യമില്ല എന്നൊരു വലിയ ആശ്വാസം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനെയാണ് രചയിതാവ് നാം ഒഴിവാക്കുന്ന കണ്ണാടി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കാൻ മടിക്കുകയാണ്. അതൊരു തരം ഇരട്ടത്താപ്പല്ലേ? ഇപ്പോ ഹെൽമറ്റ് വെക്കാതെയും പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും സർക്കാർ ശരിയല്ല എന്ന് പരാതി പറയുന്ന ഒരു സാധാരണക്കാരനെ നിങ്ങളൊന്ന് സങ്കൽപ്പിക്കുക. അതൊരു നല്ല ഉദാഹരണമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കയ്യിലുള്ള കൊട തുറക്കാൻ മടിച്ചിട്ട് മഴ പെയ്യുന്നതിനെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നതിന് തുല്യമല്ലേ? മഴ പെയ്യും, അതിന് പ്രകൃതിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. കൂടെ നമ്മളല്ലേ പിടിക്കേണ്ടത്? വളരെ കറക്റ്റായ ഒരു കമ്പാരിസനാണത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ മോശം റോഡുകൾക്കും ഈ വലിയ കുഴികൾക്കുമൊക്കെ സർക്കാർ തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഉത്തരവാദി? അതായത് കൃത്യമായി ടാക്സ് കൊടുക്കുന്ന ജനങ്ങൾക്ക് നല്ല റോഡ് കിട്ടേണ്ടത് അവരുടെ ഒരു അവകാശമാണ്. അപ്പോ അവിടെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? നിങ്ങൾ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ടാക്സ് അടയ്ക്കുന്ന ഒരു പൗരന് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടണം എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നത് തീർച്ചയായും സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. പുസ്തകവും അത് കൃത്യമായി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റിന് റോള് കൊണ്ടെന്ന് പുസ്തകം പറയുന്നുണ്ടല്ലേ? അതെ. കുഴികളുള്ള റോഡുകളും പണിതീരാത്ത പാലങ്ങളും അതുപോലെ സിഗ്നലില്ലാത്ത കവലകളുമൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ സൈക്കോളജിയുണ്ട്. അതെന്താണ്? ഒരു മോശം റോഡിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നത് ആരാണ്? അത് സർക്കാരല്ല. നിങ്ങളുടെ ദിനംപ്രതിയുള്ള സുരക്ഷ തീരുമാനിക്കുന്നത് റോഡിന്റെ അവസ്ഥയേക്കാൾ നിങ്ങളുടെ സ്വന്തം ശീലങ്ങളാണ്. അതായത് ഇപ്പോ റോഡ് മോശമാണെങ്കിലും നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നു എന്നതാണ് അവിടെ പ്രധാനമെന്ന്. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഒരു റോഡ് മോശമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവിടെ അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്നതും അല്ലെങ്കിൽ ഹെൽമറ്റ് വെക്കാത്തതും സർക്കാരിന്റെ കുഴപ്പമല്ലല്ലോ. അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്താണെങ്കിൽ വ്യക്തിപരമായ സുരക്ഷാശീലങ്ങൾ പൂർണ്ണമായും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശരിയാണ്. ഒരു അപകടം നടക്കുമ്പോൾ റോഡിലെ കുഴിയാണോ അതോ ഡ്രൈവറുടെ അശ്രദ്ധയാണോ കാരണമെന്ന് വേർതിരിച്ചെടുക്കാൻ പലപ്പോഴും ജനങ്ങൾ ശ്രമിക്കാറില്ല. അവർ കൊഗ്നിറ്റീവ് ഡിസോണൻസ് അഥവാ ഒരുതരം മാനസിക സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അവിടെ. സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. അതെ, സ്വന്തം അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് അംഗീകരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവർ ഏറ്റവും എളുപ്പമുള്ള വഴി അങ്ങ് തിരഞ്ഞെടുക്കും, അതായത് സർക്കാരിനെ പഴിചാരുക. അപ്പൊ നമ്മൾ ഈ സർക്കാരിനെ പഴിചാരുന്നത് നിർത്തി സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമാണോ? മനുഷ്യർക്ക് അങ്ങനെ വർഷങ്ങളായുള്ള ശീലങ്ങൾ മാറ്റാൻ ശരിക്കും കഴിയുമോ? തീർച്ചയായും കഴിയും. അല്ല, നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ ഒരു അച്ചടക്കം ശീലിക്കാൻ പ്രാക്ടിക്കലി സാധിക്കുമോ? ഈ ചോദ്യത്തിന് പുസ്തകം നൽകുന്ന ഉത്തരം വളരെ പോസിറ്റീവാണ്. മനുഷ്യർക്ക് മാറാൻ കഴിയുമെന്നതിന് ഏറ്റവും വലിയ 2 തെളിവുകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്.
ഇതിലെ ആദ്യത്തെ തെളിവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ COVID-19 ലോക്ക്ഡൗൺ ആണ്. ഓ, കോവിഡിന്റെ സമയം. അതെ. ഒന്നാലോചിച്ച് നോക്കൂ. ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ മാസ്ക് വെക്കാനും സാനിറ്റൈസർ ഉപയോഗിക്കാനും പിന്നെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാനും ശീലിച്ചു. പുറത്തിറങ്ങാൻ തന്നെ നമ്മൾ ശരിക്കും ഭയന്നു. വലിയൊരു മാറ്റമായിരുന്നില്ലേ അത്? അത് ശരിക്കും വിചിത്രമായ ഒരു സമയമായിരുന്നു. നമ്മൾ ഇന്ത്യക്കാർ എവിടെ പോയാലും ക്യൂ പാലിക്കുന്നു, ആരും പറയാതെ തന്നെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരുപക്ഷെ ആ അസുഖം വന്നാൽ മരിച്ചുപോകുമെന്ന വലിയ ഭയം കൊണ്ടാകാം നമ്മൾ അങ്ങനെ ചെയ്തതല്ലേ? അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിയമം അനുസരിക്കുക എന്നതിലുപരി സ്വന്തം ജീവൻ രക്ഷിക്കുക അഥവാ സെൽഫ് പ്രിസർവേഷൻ എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ, ജീവഭയം. അതെ, അടുത്തുള്ള മുറിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കാരണം അസുഖം വരരുത് എന്നൊരു ബോധ്യമുണ്ടായിരുന്നു നമുക്ക്. ഫൈൻ അടക്കേണ്ടി വരുമെന്ന പേടിയേക്കാൾ ജീവനോടുള്ള സ്നേഹവും അതിജീവനത്തിനായുള്ള ത്വരയുമായിരുന്നു അവിടെ ശരിക്കും മാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ ട്രാഫിക്കിലും ഇതുതന്നെയല്ലേ വരേണ്ടത്? അതെ, റോഡ് സുരക്ഷയിലും യഥാർത്ഥത്തിൽ ഇതേ സെൽഫ് പ്രിസർവേഷനാണ് വേണ്ടത്. ഒരു ആക്സിഡന്റ് ഉണ്ടായാലും മരണം സംഭവിക്കാം. പക്ഷെ റോഡിലിറങ്ങുമ്പോൾ ആ ഒരു ഭയം എങ്ങനെയോ നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നുണ്ട്. എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു മിഥ്യാധാരണ നമ്മളെ ഭരിക്കുകയാണ്. അതൊരു പുതിയ ചിന്തയാണ്. കോവിഡ് സമയത്തെ ആ ഒരു ജീവഭയം നമ്മൾ റോഡിൽ കാണിക്കുന്നില്ല. പക്ഷേ യാതൊരു ജീവഭയവുമില്ലാത്ത സാഹചര്യങ്ങളിലും നമ്മൾ നിയമമനുസരിക്കുന്ന മറ്റൊരുദാഹരണം കൂടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതെ, വിദേശത്തെ കാര്യം. അതായത് നമ്മുടെ സ്വന്തം നാട്ടിലെ സിഗ്നലുകൾ മുഴുവൻ തെറ്റിക്കുന്ന, ഈ സീറ്റ് ബെൽറ്റ് കണ്ടാൽ തന്നെ അലർജിയുള്ള ഒരു അമ്മാവനുണ്ടെന്ന് വെക്കുക. പുള്ളി ദുബായിലോ അമേരിക്കയിലോ പോയാൽ പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രൈവർ ആകുന്നതെങ്ങനെയാണ്? അവിടെ പോകുമ്പോൾ പെട്ടെന്ന് ഈ അച്ചടക്കം എവിടുന്ന് വരുന്നു? ഇതിന്റെ പിന്നിലെ സൈക്കോളജിയെയാണ് പുസ്തകത്തിലെ സാംസ്കാരിക അനുമതി അല്ലെങ്കിൽ കൾച്ചറൽ പെർമിഷൻ എന്ന് വിളിക്കുന്നത്. വിദേശത്ത് പോകുമ്പോൾ ആരും നിയമലംഘനം ക്ഷമിക്കില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഫൈൻ പേടിച്ചിട്ടാണോ? ഫൈൻ കിട്ടുമെന്നത് മാത്രമല്ല കാരണം, അവിടെ ചുറ്റുമുള്ളവരും നിയമം പാലിക്കുന്നവരാണ്. അവിടുത്തെ പരിസ്ഥിതി അതാണ്. എല്ലാവരും സിഗ്നൽ പാലിക്കുമ്പോൾ നമ്മൾ മാത്രം അത് തെറ്റിച്ചാൽ നമ്മൾ ആ സമൂഹത്തിൽ പെട്ടെന്ന് ഒറ്റപ്പെടും. ഇതിനെ വേണമെങ്കിൽ സോഷ്യൽ ഓസ്ട്രസൈസേഷൻ എന്ന് പറയാം. ഒരുതരം നാണക്കേട് തോന്നുമല്ലേ? കറക്റ്റ്. എന്നാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? ചെറിയ അശ്രദ്ധകളെല്ലാം സമൂഹം വളരെ എളുപ്പത്തിൽ അംഗീകരിച്ചു കൊടുക്കും. അതൊന്നും സാരമില്ല, എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ പോകുന്നത് എന്നൊരു മനോഭാവമുണ്ട് നമുക്ക്. അതെ, അത് ഭയങ്കര കാഷ്വലായിട്ടാണ് എടുക്കുന്നത്. അതെ, നിയമലംഘനം അവിടെ ഒരു തെറ്റല്ല, മറിച്ച് എന്തോ വലിയ സാമർഥ്യമായിട്ടാണ് പലരും കാണുന്നത്. പോലീസില്ലാത്തപ്പോൾ സിഗ്നൽ കട്ട് ചെയ്തു പോയാൽ നമ്മൾ വലിയ ആളായി. അതായത് നമ്മൾ നിയമം അനുസരിക്കുന്നത് ക്യാമറയെ ഭയന്നാണോ അതോ നമ്മുടെ സ്വന്തം സ്വഭാവം കൊണ്ടാണോ എന്നൊരു വലിയ വ്യത്യാസമുണ്ടല്ലേ? തീർച്ചയായും. നിയമങ്ങളെ ഭയന്നനുസരിക്കുന്നതിനെ നമുക്ക് കംപ്ലയൻസ് എന്ന് വിളിക്കാം. എന്നാൽ ജീവന് വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുന്നതിനെ ക്യാരക്ടർ അഥവാ യഥാർത്ഥ സ്വഭാവം എന്ന് വിളിക്കാം. ഓ, കംപ്ലയൻസ് വേഴ്സസ് ക്യാരക്ടർ. അതെ, ക്യാമറ ഉണ്ടെങ്കിൽ മാത്രം സീറ്റ് ബെൽറ്റ് ഇടുന്നയാള് കംപ്ലയൻസ് ആണ് കാണിക്കുന്നത്. പക്ഷേ ക്യാമറ ഇല്ലെങ്കിലും സ്വന്തം സുരക്ഷയ്ക്കായി ബെൽറ്റ് ഇടുന്നതാണ് ക്യാരക്ടർ. നമ്മുടെ നാട്ടിലെ നമ്മൾ നിർഭാഗ്യവശാൽ കംപ്ലയൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇതൊരു വലിയ പോയിന്റാണ്. ഇപ്പോ നിങ്ങളുടെ തന്നെ കാര്യമെടുക്കുക. നാട്ടിലെ ഈ സാംസ്കാരിക അനുമതി, അതായത് എന്ത് നിയമലംഘനവും കൂളായി എടുക്കുന്ന ആ രീതി, അപകടങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വളരെ ശരിയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇതിനൊരു പുതിയ മുഖം കൂടിയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു ബൈക്ക് സ്റ്റണ്ടിന്റെ റീൽ കണ്ടിരിക്കാം. നമ്മളിൽ പലരും അതിന് ലൈക്ക് അടിക്കാറില്ലേ? അതെ, അതാണ് ഈ റിയൽ സംസ്കാരം അല്ലെങ്കിൽ റിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം അപകടകരമാണെന്ന് കാണിക്കാൻ പുസ്തകത്തിൽ പറയുന്ന ഭയങ്കര ഹൃദയഭേദകമായൊരു യഥാർത്ഥ സംഭവമുണ്ട്. എന്താണത്? റീലുണ്ടാക്കാൻ വേണ്ടി വെറും വ്യൂസിനും ലൈക്കിനും വേണ്ടി അലക്ഷ്യമായി വണ്ടിയോടിച്ച് കുറച്ച് യുവാക്കൾ. അവർ ചെയ്യുന്നത് വലിയൊരു ഹീറോയിസമാണെന്നാണ് അവർ വിശ്വസിച്ചത്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. ആ യുവാക്കൾ അവരുടെ വണ്ടി കൊണ്ടുപോയി ഒരു ഡെലിവറി ബോയെ ഇടിച്ചു വീഴ്ത്തി. അയ്യോ, വളരെ സങ്കടകരമായ കാര്യമാണത്. അതെ, ആ യുവാക്കൾക്ക് അതൊരു പക്ഷേ വൈറലാകാനുള്ള വെറുമൊരു വീഡിയോ മാത്രമായിരിക്കാം. പക്ഷേ ആ ഡെലിവറി ബോയ് ഒരമ്മയുടെ ഏക പ്രതീക്ഷയായിരുന്നു. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട അമ്മ വളർത്തിയെടുത്ത പ്രതീക്ഷയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ കുറച്ച് ലൈക്കുകൾക്ക് വേണ്ടി ഇല്ലാതായത്. സിനിമയിലെ സ്റ്റണ്ടുകൾ കാണുമ്പോൾ നമ്മൾ ആവേശഭരിതരാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് എഞ്ചിനീയർമാരുടെയും സ്റ്റണ്ട് മാസ്റ്റർമാരുടെയും ഒക്കെ സഹായത്തോടെ വളരെ കൃത്യമായ കാൽക്കുലേഷൻസോടെ ചെയ്യുന്നതല്ലേ? തീർച്ചയായും, അതിനൊരു വലിയ ക്രൂ തന്നെയുണ്ട്. അതെ, അവരെ സുരക്ഷിതരാക്കാൻ വലിയൊരു ടീം തന്നെ ആ ക്യാമറയ്ക്ക് പിന്നിലുണ്ട്. പക്ഷെ യഥാർത്ഥ റോഡിൽ അങ്ങനെയല്ലല്ലോ.
അവിടെ ഗുരുത്വാകർഷണവും പിന്നെ ഫിസിക്സും മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇത്തരം അപകടകരമായ ഡ്രൈവിംഗ് വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളും ആ അപകടത്തിനൊരു കാരണക്കാരനാകുന്നു എന്നല്ലേ അതിനർത്ഥം? 100% ശരിയാണ്. നമ്മളല്ലേ അവർക്ക് ഈ മണ്ടത്തരം കാണിക്കാൻ പ്രോത്സാഹനം നൽകുന്നത്? അതെ. നിങ്ങൾക്കറിയാമോ, ഇത്തരമൊരു അപകടം നടക്കുമ്പോൾ സാധാരണ എന്താണ് സംഭവിക്കുന്നതെന്ന്? ആളുകൾ ഓടിക്കൂടുന്നു, വീഡിയോ എടുക്കുന്നു, അത് സോഷ്യൽ മീഡിയയിലിടുന്നു, പിന്നെ അവിടെ വലിയൊരു രോഷപ്രകടനമാണ്. അതെ അതെ, എല്ലാവർക്കും വലിയ ദേഷ്യമായിരിക്കും. ഇതിനെ ഔട്ട്റേജ് സൈക്കിൾ എന്ന് പറയാം. വിക്ടിമിന്റെ കുടുംബം ഡ്രൈവറെ കുറ്റപ്പെടുത്തും, ഡ്രൈവറുടെ കുടുംബം നേരെ റോഡിനെ കുറ്റപ്പെടുത്തും, പിന്നെ എല്ലാവരും ചേർന്ന് സർക്കാരിനെ കുറ്റപ്പെടുത്തും. വാട്സാപ്പിലും ഫേസ്ബുക്കിലും വലിയ ചർച്ചകൾ നടക്കും. ഇത് തീർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു അതിശക്തമായ മഴ പെയ്യുന്നതിന് തുല്യമാണ് എന്നാണ്. അതായത് പെട്ടെന്നൊരു വലിയ ഫ്ലാഷ് ഫ്ലഡ് വരുന്നത് പോലെ. നല്ലൊരു ഉദാഹരണമാണ്. 4 ദിവസത്തേക്ക് ഭയങ്കര ബഹളമായിരിക്കും. ചാനൽ ചർച്ചകൾ, ഹാഷ്ടാഗുകൾ, വാട്സാപ്പ് ഫോർവേഡുകൾ, അങ്ങനെയെല്ലാം. എല്ലാവരും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് വലിയ ക്ലാസുകളൊക്കെ എടുക്കും. അത് കഴിഞ്ഞാൽ വെള്ളം വാർന്നു പോകുന്നതുപോലെ എല്ലാവരും എല്ലാം മറക്കും. അതാണ് സത്യം. വീണ്ടും പഴയതുപോലെ സിഗ്നൽ കട്ട് ചെയ്യാനും ഓവർടേക്ക് ചെയ്യാനും തുടങ്ങും. അടുത്ത അപകടം നടക്കുന്നതുവരെ ഈ ഒരു മൗനം തുടരും. അത് വളരെ കൃത്യമായ ഒരു ഉപമയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ രോഷം പ്രകടിപ്പിക്കുന്നവരാരും സ്വന്തം ശീലങ്ങൾ മാറ്റാൻ തയ്യാറല്ല എന്നതാണ് യഥാർത്ഥ സത്യം. അതെ, ആർക്കും സ്വന്തം കംഫർട്ടിൽ നിന്ന് മാറാൻ താൽപ്പര്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗ് ഇടുമ്പോൾ നമ്മൾ സമൂഹത്തിനു വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തു എന്നൊരു വ്യാജമായ ആശ്വാസം അല്ലെങ്കിൽ ഒരു ഡോപ്പമിൻ ഹിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടെ നമ്മുടെ കുറ്റബോധം അവസാനിച്ചു. അവിടെ തീർന്നു നമ്മുടെ കടമ, അല്ലേ? അതെ. അപകടങ്ങൾ വാർത്തകളാകുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഈ സ്വഭാവം ഒന്നിനും ഒരു പരിഹാരമല്ല. 4 ദിവസത്തെ ബഹളം കൊണ്ട് ആ ഡെലിവറി ബോയിയുടെ അമ്മയ്ക്ക് അവരുടെ മകനെ തിരികെ കിട്ടില്ലല്ലോ. നമ്മൾ പുറത്തേക്ക് നോക്കി സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തി ഒന്നുള്ളിലേക്ക് നോക്കാൻ സമയമായി. അപ്പോൾ എവിടെ നിന്നാണ് ഈ യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത്? ഈ സാംസ്കാരിക അനുമതിയും റീൽ സംസ്കാരവും മാറ്റാൻ സർക്കാരിനോ വലിയ സെലിബ്രിറ്റികൾക്കോ മാത്രം കഴിയില്ല എന്ന് എന്തായാലും വ്യക്തമാണ്. പിന്നെ ഒരു സാധാരണക്കാരനായ എനിക്ക്, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിലെന്ത് ചെയ്യാൻ കഴിയും? ഇവിടെയാണ് ഈ പുസ്തകം വളരെ പ്രായോഗികമായ എന്നാൽ ആഴത്തിലുള്ളൊരു പരിഹാരം നിർദ്ദേശിക്കുന്നത്. മാറ്റം തുടങ്ങേണ്ടത് ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്നോ വലിയ ക്യാമ്പയിനുകളിൽ നിന്നോ ഒന്നുമല്ല. അത് തുടങ്ങേണ്ടത് നിങ്ങളുടെ സ്വന്തം 5 പേരുടെ സൗഹൃദ വലയത്തിൽ, അഥവാ 5% സർക്കിളിൽ നിന്നാണ്. 5% സർക്കിൾ, അതായത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ദിവസവും കാണുന്ന കുടുംബാംഗങ്ങൾ. അതെ അതെ. ഇതിന് പിന്നിലെ ലോജിക് എന്താണ്? മനുഷ്യരെപ്പോഴും ഒരു കൂട്ടമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് നമ്മുടെ ഒരു ട്രൈബൽ നേച്ചർ. നമ്മൾ ലോകം മുഴുവൻ എന്തു ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആ അടുത്ത 5 പേർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ്. അത് കറക്റ്റാണ്. കൂട്ടുകാരുടെ അഭിപ്രായത്തിനാണ് നമ്മൾ വില കൊടുക്കുക. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ വളരെ അപകടകരമായി ബൈക്ക് ഓടിക്കുന്ന ഒരു റീൽ ഷെയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എല്ലാവരും അതിന് ലൈക്ക് അടിക്കുകയും പൊളി, മാസ് എന്നൊക്കെ കമന്റ് ചെയ്യുമ്പോൾ അവിടെ അപകടകരമായ ഒരു ഡ്രൈവിങ്ങിന് നമ്മൾ സാംസ്കാരിക അനുമതി നൽകുകയാണ്. അതെ, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണിവിടെ. അവിടെ ഒരാൾ, അതായത് നിങ്ങൾ, ഇതൊരു തമാശയല്ല എന്ന് പറയാൻ തയ്യാറാകണം. ഇത് ആരുടെയെങ്കിലും ജീവനെടുക്കുന്ന ഒന്നാകാമായിരുന്നു. എനിക്കിത് കണ്ടിട്ട് ഭയം തോന്നുന്നു എന്നൊരു വരി മറുപടി നൽകാൻ ഒരാൾ തയ്യാറാകണം അവിടെ. പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ലേ? സത്യത്തിൽ സുഹൃത്തുക്കളുടെ ആ രസകരമായ ഗ്രൂപ്പിൽ എല്ലാവരും ഇങ്ങനെ തമാശ പറയുന്ന സമയത്ത് ഇങ്ങനെ സീരിയസായി ഉപദേശിക്കുന്നത് കുറച്ച് ഓക്വേർഡ് അല്ലേ? തീർച്ചയായും അതൊരു ബുദ്ധിമുട്ടാണ്. ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തില്ലേ? ഇവൻ വലിയ സീനാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ആ ബുദ്ധിമുട്ട് എന്തിനാണ് നമ്മൾ സഹിക്കുന്നത്? ആ ഒരു ഓക്വേർഡ്നെസ് അവിടെ കൃത്യമായി ഉണ്ടാകും. പക്ഷേ ഒരു ഗ്രൂപ്പിലെ സൈക്കോളജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ. അവിടെയുള്ള 10 പേരിൽ 8 പേർക്കും ഒരുപക്ഷെ ആ വീഡിയോ അപകടകരമാണ് എന്ന് തോന്നുന്നുണ്ടാകാം. മനസ്സിൽ തോന്നുന്നുണ്ടാകും. പക്ഷേ ആദ്യത്തെ 1-2 പേർ അതിന് ലൈക്ക് അടിക്കുമ്പോൾ ബാക്കിയുള്ളവർ പെട്ടെന്ന് സൈലന്റ് ആവുന്നു. ഈ നിശബ്ദത ഒരു തരം സോഷ്യൽ വാലിഡേഷനായി മാറുകയാണ്. അതായത് തെറ്റുകൾക്കുള്ളൊരു മൗനാനുവാദം. അവിടെ നിങ്ങൾ ആ മൗനം ഭേദിക്കുകയാണ് വേണ്ടത്. അതായത് ആ എക്കോ ചേംബർ തകർക്കണം. കറക്റ്റ്. നിങ്ങളുടെ ആ ഒരൊറ്റ മെസ്സേജ് ആ ഗ്രൂപ്പിലൊരു എക്കോ ചേംബറിനെയാണ് തകർക്കുന്നത്.
അവിടെ ഉണ്ടാകുന്ന ആ ചെറിയ ബുദ്ധിമുട്ടും നിശബ്ദതയുമാണ് സമൂഹത്തിലെ മാറ്റത്തിന്റെ ആദ്യ ശബ്ദം എന്ന് രചയിതാവ് വളരെ വ്യക്തമായി പറയുന്നു. ചോദ്യം ചെയ്യപ്പെടുന്ന അനുമതികൾ പതുക്കെ ഇല്ലാതാകും. ശരിയാണ്. നിങ്ങളുടെ ആ ഒരു മെസ്സേജ് കാരണം ആ ഗ്രൂപ്പിലെ അടുത്തയാൾ അത്തരം വീഡിയോകൾ വീണ്ടും ഷെയർ ചെയ്യാൻ മടിക്കും. വലിയ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ആ ചെറിയൊരു ബുദ്ധിമുട്ട് സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് വളരെ വലിയൊരു പോയിന്റാണ്. നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിക്കും ഒരുതരം പ്രോത്സാഹനമാണ്. ആ മൗനം ഭേദിക്കുമ്പോൾ മാത്രമാണ് കൾച്ചർ മാറുന്നത്. നമ്മുടെ നാട്ടിൽ റോഡ് സുരക്ഷ എന്നത് എപ്പോഴും ട്രാഫിക് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതെ, അത് വളരെ തെറ്റായൊരു ധാരണയാണ്. പക്ഷേ ഇത് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് എന്നല്ലേ ഈ അധ്യായം പറഞ്ഞു വെക്കുന്നത്? അതെ, നിയമം ലംഘിക്കുന്നവനും ജീവൻ രക്ഷിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം അവനവന്റെ അറിവില്ലായ്മയല്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാമല്ലോ. അതെ, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമത്. എടുക്കുന്ന വ്യക്തിത്വത്തിലാണ്, അവരുടെ ഐഡന്റിറ്റിയിലാണ്. താൻ നിയമങ്ങളെയും സ്വന്തം ജീവനെയും ബഹുമാനിക്കുന്ന ഒരാളാണോ അതോ വെറുമൊരു നിയമലംഘകനാണോ എന്ന തീരുമാനമാണ് അവിടെ ഉണ്ടാകേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച ഈ 6-ാം അധ്യായം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വളരെ വ്യക്തമാണ്. ക്യാമറയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പോലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിയായ രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിക്കുന്നതാണ് യഥാർത്ഥ മാറ്റം. അതെ, ഭയം കൊണ്ടല്ല, മറിച്ച് ജീവനോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കണം നമ്മൾ നിയമങ്ങൾ പാലിക്കേണ്ടത്, അല്ലേ? അതുതന്നെയാണ് ആത്യന്തികമായ സന്ദേശം. ഇതൊരു ചെറിയ മാറ്റമല്ല, നമ്മുടെ മനോഭാവത്തിൽ വരേണ്ട വലിയൊരു മാറ്റമാണ്. ആ മാറ്റം നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ അടുത്ത തവണ വണ്ടിയെടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വമാണോ അതോ ക്യാമറകളെ ഭയന്നുള്ള വെറുമൊരു അഭിനയമാണോ പുറത്തുവരുന്നത്? ഓരോ യാത്രയും തുടങ്ങുന്നതിനു മുൻപ് സ്വയം ചോദിക്കേണ്ട ഏറ്റവും മികച്ച ചോദ്യം അതുതന്നെയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ചിന്തിക്കാനുള്ളൊരാശയം കൂടി ഞാൻ നൽകാം. വിദേശത്ത് പോകുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായി പാലിക്കുകയും നാട്ടിലെത്തുമ്പോൾ നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യുന്ന ആ ഒരു ഡ്രൈവിംഗ് ശീലം എന്താണ്? അത് സീറ്റ് ബെൽറ്റ് ആകാം, ലൈൻ മാറുന്നതാകാം, അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റ് ആകാം. നാളെ രാവിലെ മുതൽ ആ ഒരു നല്ല ശീലം നിങ്ങളുടെ സ്വന്തം നാട്ടിലെ റോഡിൽ പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ എപ്പോഴും നിരീക്ഷിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ചും നിങ്ങളുടെ കുട്ടികളിൽ എന്ത് മാറ്റമായിരിക്കും അതുണ്ടാക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ.